ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഭൂമി കരയുമ്പോൾ സ്വർഗത്തിലേക്കും മനുഷ്യഹൃദയങ്ങളിലേക്കുമുള്ള ഒരു നിലവിളി. ഭൂമി വിറയ്ക്കുന്നു, നഗരങ്ങൾ മണ്ണടിയുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നത് അപരിചിതരല്ല, നമ്മുടെ സ്വന്തം രക്തവും മാംസവുമാണ്. കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ, ഒരു കാലത്ത് ചിരിമുഴങ്ങിയിരുന്ന ജീവിതങ്ങൾ ഇന്ന് നാശത്തിൻ്റെ ശബ്ദത്തിൽ നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു ദുരന്തം മാത്രമല്ല, ഇത് സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു നിലവിളിയാണ്. ഗത്സമനയിൽ നിന്നൊരു ധ്യാനം. വേദനയുടെ തോട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിവേദനയോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൻ അതിവേദനയിലായി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ലൂക്കോസ് 22:44. പാപത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഭാരം ചുമന്നുകൊണ്ട് നമ്മുടെ രക്ഷകൻ അത്രമാത്രം വേദനയോടെ കരഞ്ഞുവെങ്കിൽ നമുക്കെങ്ങനെ ഇന്ന് നിസ്സംഗരായിരിക്കുവാൻ കഴിയും? അവൻ ലോകത്തിനു വേണ്ടി വേദന സഹിച്ചുവെങ്കിൽ നമുക്ക് പരസ്പരം കരുതി നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകേണ്ടതല്ലേ? ഇന്ന് ലോകം മുഴുവൻ ഒരു ഗത്സമനയിലാണെന്ന് തോന്നുന്നു. മണ്ണ് വീണ്ടും നനയുന്നു. അവൻ്റെ രക്തത്താൽ മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ കണ്ണീരാലും കഷ്ടപ്പാടുകളാലും. ഭരണാധികാരികളോട് ഒരപേക്ഷ, രാഷ്ട്രത്തലവന്മാരോട്, ജീവനും ഭൂമിക്കുമേൽ അധികാരമുള്ളവരോട് ഈ നിലവിളി കേൾക്കുക. ഇത് രാഷ്ട്രീയമല്ല, ഇതാണ് സത്യം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. അധികാരം നൽകപ്പെട്ടത് നശിപ്പിക്കാനല്ല, സംരക്ഷിക്കാനാണ്. അധികാരം അടിച്ചമർത്താനല്ല, ഉയർത്താനാണ്. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മർക്കോസ് 8:36. നിഷ്കളങ്കരുടെ ജീവനെടുക്കുന്ന ഓരോ തീരുമാനവും നിത്യതയിൽ മാറ്റൊലിക്കൊള്ളും. മാനവികതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളി. നമ്മൾ അറിവിൽ മുന്നേറി, പക്ഷേ സ്നേഹിക്കുവാൻ മറന്നുപോയോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നതാണ് എൻ്റെ കൽപ്പന. യോഹന്നാൻ 15:12. വാക്കുകളാൽ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ത്യാഗത്താലും ആത്മനിയന്ത്രണത്താലും കരുണയാലും വേണം. ഓരോ ജീവനും ദൈവത്തിന് വിലപ്പെട്ടതാണ്. ചിന്തുന്ന ഓരോ കണ്ണുനീർത്തുള്ളിയും അവൻ എണ്ണുന്നു. നീ എൻ്റെ അലച്ചിലുകളെ എണ്ണുന്നു. എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. സങ്കീർത്തനങ്ങൾ 56:8. അന്ത്യ നിലവിളി. യേശു ഗത്സമനയിൽ രക്തം ചൊരിഞ്ഞുവെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഇന്ന് കണ്ണുനീർ വാർക്കട്ടെ. അവൻ ജീവൻ നൽകി രക്ഷിച്ചുവെങ്കിൽ നമ്മൾ ജീവനെടുത്ത് നശിപ്പിക്കാതിരിക്കട്ടെ. അവശിഷ്ടങ്ങൾ നമ്മുടെ പൈതൃകമായി മാറുന്നതിന് മുൻപ് മനുഷ്യത്വം ഉണരുന്ന നിമിഷമാകട്ടെ ഇത്. ഇപ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും ചക്രവാളത്തിൽ ഒരു സമാധാന സന്ധിയുടെ മന്ത്രണങ്ങൾ കേട്ടു തുടങ്ങുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന ഭാവത്തോടെ അല്ല നമ്മളിത് ആഘോഷിക്കുന്നത്, മറിച്ച് കൂടുതൽ വിനയത്തോടെ നമ്മൾ മുട്ടുമടക്കുന്നു. കാരണം സമാധാനത്തിൻ്റെ ഒരു നിമിഷമെങ്കിലും തെളിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശബ്ദത്താലല്ല, അവിടുത്തെ കരുണയാലാണ്. ഭൂമിയുടെ അറ്റം വരെയും അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 46:9. അതുകൊണ്ട് നമുക്ക് തുടരാം. അഹങ്കാരത്തിലല്ല, പ്രാർത്ഥനയിൽ; ഭയത്തിലല്ല, വിശ്വാസത്തിൽ. ഈ വാക്കുകൾ പ്രത്യാശയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായവനോടുള്ള ഒരു പ്രാർത്ഥന. ഓ യേശുവേ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനെ, മാനവരാശിക്കു വേണ്ടി കുരിശു ചുമന്നവനെ,
ഇപ്പോൾ ഞങ്ങളെ കേൾക്കണമേ. ഞങ്ങൾ വരുന്നത് അഹങ്കാരത്തോടെ അല്ല, ഹൃദയം തകർന്നാണ്. ഉത്തരങ്ങളുമായല്ല, കണ്ണുനീരുമായാണ്. ദൈവമായ കർത്താവെ, മുറിവേറ്റ ഈ ലോകത്തോട് കരുണ കാണിക്കണമേ. കഠിനമായി തീർന്ന ഹൃദയങ്ങളെ തകർക്കണമേ. നാശത്തിനായി വിളിക്കുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കണമേ. എല്ലാ ദേശങ്ങളിലും സമാധാനകാംക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ. വെറുപ്പ് വേരോടിയ ഇടങ്ങളിൽ അങ്ങയുടെ അനുകമ്പ ഒഴുകുമാറാകണമേ. യുദ്ധത്തിൻ്റെ പുകമറകൾക്കിടയിലൂടെ അങ്ങയുടെ വെളിച്ചം കടന്നു വരട്ടെ. ദൈവമായ കർത്താവെ, ഇപ്പോൾ പോലും സമാധാനത്തിൻ്റെ ഏറ്റവും നേർത്ത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നിടത്ത് ഞങ്ങളെ വിനീതരായി കാക്കണമേ. അങ്ങേക്ക് മാത്രം അവകാശപ്പെട്ടവയെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടേതെന്ന് അവകാശപ്പെടാതിരിക്കുമാറാകണമേ. സമാധാനത്തിൻ്റെ ഓരോ ശ്വാസവും അങ്ങയുടെ കരുണ മാത്രമാണ്. ശാന്തതയുടെ ഓരോ നിമിഷവും അങ്ങയുടെ കൃപയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവനെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഭരണം നടത്തുന്നതുവരെ, ഒരു നിമിഷത്തേക്കല്ല, തലമുറകളോളം. ആമേൻ. വി ലവ് യു ഓൾ. God bless you all. Amen.